പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ കുടുംബവും ഒക്കെ തന്നെ വിദേശ സമ്പന്ന രാജ്യങ്ങളിൽ ആർത്തുല്ലസിക്കുകയാണ്, അർമാദിക്കുകയാണ്. പിണറായി വിജയൻ ഈ പറഞ്ഞതുപോലെ വലിയ കഠിനാധ്വാനം ചെയ്തതിന് ശേഷം കുറച്ച് ദിവസത്തെ അവധിക്കായി പോയതാണ് എന്നാണ് ശ്രീമാൻ AK ബാലൻ പറഞ്ഞിട്ടുള്ളത്. പ്രപഞ്ച സൃഷ്ടി നടത്തിയ ദൈവം പോലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുത്തു, വിശ്രമിച്ചു എന്നും അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ എന്തുകൊണ്ട് വിദേശത്തേക്ക് പോയിക്കൂടാ എന്നുമാണ് ശ്രീമാൻ AK ബാലൻ ചോദിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ AK ബാലന് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 6 ദിവസത്തേക്ക് ഇന്തോനേഷ്യയിലും 6 ദിവസത്തേക്ക് സിംഗപ്പൂരിലും 2 ദിവസം UAE-യിലേക്കുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയിരിക്കുന്നത്. അദ്ദേഹം 19-ാം തീയതി തിരിച്ചു വരും. അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല, മകൾ വീണ വിജയൻ, മകളുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് മന്ത്രി, മകളുടെ മകൻ ഇഷാൻ, പിന്നെ മൂത്ത മകൻ വിവേക് തായി കണ്ടിയിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മക്കൾ, ഇത്രയുമാണ് പിണറായി വിജയൻ്റെ കുടുംബം. അതുകൂടാതെ മുഹമ്മദ് റിയാസിൻ്റെ കുടുംബവും സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ഒക്കെ പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയത്. ഒരു വലിയ എൻ ടു റേഞ്ച് ആണ് പോയിരിക്കുന്നത്. കുറേ ആളുകൾ പോയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അയാൾ വിദേശത്തെ രാജ്യത്ത് പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം പോയത് ശരിയാണോ എന്നുള്ള ചോദ്യം, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോയത് ശരിയാണോ എന്നുള്ള ചോദ്യം, അതിൻ്റെ പണം എവിടെ നിന്നാണെന്നുള്ള ചോദ്യം, അതിൻ്റെ ധാർമ്മികത, ഇതൊക്കെ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. ആ ചർച്ചയൊക്കെ ഇപ്പോൾ ഏതാണ്ട് അന്തരീക്ഷത്തിൽ വിലയും ഭാവിക്കുന്ന സ്ഥിതി ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും കുറച്ച് ദിവസമെങ്കിലും അതൊരു ചർച്ചയിൽ നിന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, അയാൾ പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും അയാളെ ബാധിക്കില്ലെന്നും അയാൾ ഇനിയും പോകുമെന്നും എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്. സാധാരണ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവും കുടുംബമൊക്കെ ആയി പോകുമ്പോൾ ഇതുപോലെ വലിയ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നീട് അയാൾക്ക് പോകാനൊരു മടിയുണ്ടാവും. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല. അയാൾ തിരിച്ചു വരും. അയാൾ തിരിച്ചു വന്നതിന് ശേഷം ഇനിയും അയാൾ വിദേശ രാജ്യങ്ങളിൽ അയാളുടെ ഭാര്യയും മക്കളും ബന്ധുക്കളും ഒക്കെയായി പോവുകയും സന്തോഷിക്കുകയും സുഖിക്കുകയും ഉല്ലസിക്കുകയും അർമാദിക്കുകയും ഒക്കെ ചെയ്യും. ഇതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നതെന്നറിയാമോ? അത് പറയുന്നതിന് കാരണം 3 ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, അയാൾ എന്തു ചെയ്താലും അയാളെ എതിർക്കാൻ ശക്തിയുള്ള ഒരു പാർട്ടി സംവിധാനം ഇവിടെയില്ല എന്നുള്ളതാണ്. അയാൾ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് CPM-ന് ഇവിടെ ഉള്ളത്. അയാളുടെ പേരാണ് MV ഗോവിന്ദൻ. അയാളൊന്ന് അമർത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുന്നവന്മാരാണ് ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലിരിക്കുന്നതും സംസ്ഥാന കമ്മിറ്റിയിലിരിക്കുന്നതും. താഴോട്ടുള്ള പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ 90% അയാൾ അഴിമതിവൽക്കരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിലെ പാർട്ടി സംവിധാനത്തിൽ നിന്ന് പിണറായി വിജയൻ ഇനി എന്ത് വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ തുണിയൊരിഞ്ഞു നിന്നാൽ പോലും ഒരു തരത്തിലുള്ള വിമർശനവും കേരളത്തിലെ പാർട്ടി സംവിധാനത്തിൽ നിന്ന് പിണറായി വിജയനെതിരെ ഉണ്ടാവാൻ പോകുന്നില്ല. അയാൾ എന്തു ചെയ്താലും മുട്ടേ മുട്ടിച്ച് നിൽക്കുന്ന പാർട്ടി സംവിധാനമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് അയാൾക്ക് പാർട്ടി സംവിധാനത്തെ ഭയക്കേണ്ടതില്ല. അതുകൊണ്ട് ഇനിയും അയാൾക്ക് പോകാം. രണ്ടാമത്തെ എന്താ, മുഖ്യമന്ത്രിമാർ ഇതുപോലെ ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾ കാണിക്കുകയും ധൂർത്തും അഴിമതിയൊക്കെ കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ തടഞ്ഞു നിർത്തേണ്ട പ്രാഥമികമായ ചുമതലയുള്ള ഒരു സംവിധാനമാണ് പ്രതിപക്ഷം. പ്രതിപക്ഷം ഇവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് VS അച്യുതാനന്ദനൊക്കെ പലതവണ കാണിച്ചു തന്നിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഭരണപക്ഷത്തെ പ്രതിപക്ഷം മുൾമുനയിൽ നിർത്തുന്നത് എന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ 2000-2006 കാലഘട്ടത്തിൽ കാണിച്ചു തന്നതാണ്. പക്ഷേ ഇന്ന് ഇവിടെ ചത്തുമലച്ച ഒരു പ്രതിപക്ഷമാണുള്ളത്. ഇവിടുത്തെ പ്രതിപക്ഷം മരിച്ചുപോയി. ഇവിടെ ഇന്ന് പ്രതിപക്ഷം ഇല്ല. ഈ മുഖ്യമന്ത്രി ഈ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് പോയല്ലോ. ഇതിനെതിരെ എന്ത് വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്? പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അഭിരമിച്ച് നടക്കുന്ന VD സതീശൻ എന്തോ ഒരു പ്രസ്താവന നടത്തി. അയാൾ ആ പ്രസ്താവനയിൽ പറഞ്ഞെന്താ, പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ സ്വകാര്യമായിട്ട് രഹസ്യമായി പോകരുത്. കാരണം നാളെ അയാൾക്കും പോകണമല്ലോ. അല്ലെങ്കിൽ അയാൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോയ വിദേശ യാത്രകളെക്കുറിച്ച്
ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിമർശനങ്ങൾ വരുമോ എന്നുള്ള ഭയം അയാൾക്കുള്ളത് കൊണ്ട് അയാളും ഈ പറഞ്ഞ പോലെ വളരെ റെസ്ട്രെയിൻഡ് ആയിട്ടാണ് പറഞ്ഞത്. പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പോകാം, പോകുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ രഹസ്യമായിട്ട് പോകരുത് എന്ന് പറഞ്ഞ് അയാളുടെ വഴി പോയി. അയാളെ പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല, അയാളെ കാണാനില്ല. ഇവിടുത്തെ KPC പ്രസിഡന്റ് എന്തൊക്കെയോ 1-2 പ്രസ്താവനകളൊക്കെ നടത്തി അയാളുടെ വഴിയെ പോയി. കാരണം അയാൾക്കെതിരെ കേസുണ്ട്. ഇവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവും, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഒരു കോൺഗ്രസ് നേതാവും ഇതിനെതിരെ കൺസിസ്റ്റൻ്റായി വിമർശനം ഉന്നയിക്കുന്ന കാണുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ചില പ്രസ്താവനകളൊക്കെ ചില മുതിർന്ന നേതാക്കളൊക്കെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് അവരുമില്ല. അതുകൊണ്ട് പ്രതിപക്ഷവും ഇല്ല, കോൺഗ്രസും ഇല്ല, UDF ഇല്ല എന്നുള്ളത് കൊണ്ടും പിണറായി വിജയൻ ഇനിയും പോകാം. അപ്പോൾ നാളെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചാൽ പോകാം. പൈസ വേണേൽ ഖജനാവിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ മുതലാളിമാരിൽ നിന്ന് മേടിക്കാം, കോർപ്പറേറ്റിൽ ഒന്നും. പക്ഷേ പിണറായി വിജയൻ തീരുമാനിച്ചാൽ മതി പോവാം. അപ്പോൾ ഇനിയും പിണറായി വിജയൻ പോകും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താ? BJP എന്നും പറഞ്ഞൊരു സംവിധാനം ഇപ്പോൾ അധികാരത്തിൽ ഇരിപ്പുണ്ട്. അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവർക്ക് വേണമെങ്കിൽ ഇയാളുടെ വിദേശ രാജ്യങ്ങളുടെ ഇടപാടുകൾ മിനിറ്റ് വെച്ച് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇയാൾ ലോകത്ത് ഏത് രാജ്യത്തിൽ പോയാലും UAE വഴിയേ പോവുള്ളൂ. അതെന്തുകൊണ്ടാണ് അയാൾ UAE വഴി പോകുന്നത്? UAE ഇയാൾക്ക് വല്ല നിക്ഷേപമുണ്ടോ? UAE ഇയാൾക്ക് വല്ല അനധികൃത ഇടപാടുകളുണ്ടോ, രഹസ്യ ഇടപാടുകളുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കാൻ മോദി സർക്കാരിന് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. മിനിറ്റുകൾക്കുള്ളിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ അവർക്കും താല്പര്യമില്ല. കാരണം ഇയാളെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ ഇരുത്തുക എന്നുള്ളതാണ് അവരുടെയും ലക്ഷ്യം. അതുകൊണ്ടാണ് അവരുടെ വിദേശകാര്യ സഹമന്ത്രി വന്ന് വലിയൊരു വിമർശനം നടത്തിയിട്ട് അയാൾ അടുത്ത വിമാനം എടുത്ത് അയാളുടെ വഴിക്ക് പോയത്. അയാളൊരു വലിയ വിമർശനമൊക്കെ നടത്തി, പക്ഷേ അതോടുകൂടി അവിടെ തീർന്നു. അയാളൊരു വിദേശകാര്യ സഹമന്ത്രിയാണ്. അയാളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അയാളുടെ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടത്. അയാളുടെ മന്ത്രാലയമാണ് ഇയാൾ എവിടെ പോയാലും എന്തിനാണ് UAE പോകുന്നതെന്നുള്ള ചോദ്യം ചോദിക്കേണ്ടത്. അയാളും ചോദിച്ചിട്ടില്ല, അയാളുടെ പാർട്ടിയും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ഇനി എന്ത് വൃത്തികേടും കാണിക്കാം, ലോകത്ത് എവിടെ വേണേലും പോകാം, നമ്മളെ എന്ത് കൊഞ്ഞനം വേണമെങ്കിലും കാണിക്കാം, എന്തും പിണറായി വിജയന് കാണിക്കാം. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ 1.5 മാസം ജയിലിലിട്ടു. ഹേമന്ത് സോറൻ ജയിലിൽ കിടക്കുന്നു. പിണറായിക്കെതിരെ ഒന്നുമില്ല. 10 ചോദ്യം പോലും BJPക്കാരന് ചോദിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പിണറായി വിജയൻ ഇനി എന്ത് വൃത്തികേടും കാണിക്കാം. ഇവിടെ പിണറായി വിജയൻ്റെ പാർട്ടിയും ചോദിക്കില്ല, പ്രതിപക്ഷം ചോദിക്കില്ല, കോൺഗ്രസും ചോദിക്കില്ല, BJPയും ചോദിക്കില്ല, മോഡി സർക്കാരും ചോദിക്കില്ല. അതുകൊണ്ട് വളരെ സുഖസുഷുപ്തിയിൽ കിടന്നുറങ്ങാം. എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്നോ അത് ചെയ്യാം. എന്ത് അഴിമതിയും എന്ത് വൃത്തികേടുകളും എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനവും എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും പിണറായി വിജയന് കാണിക്കാം, ചെയ്യാം. ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല.